ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ചട്ടിപ്പത്തിരീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വറുത്തെടുക്കുക. അത് കോരി മാറ്റിയതിന് ശേഷം ഒരു 100 ഗ്രാം മുന്തിരിയും ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതും കോരി മാറ്റുക കേട്ടോ. പിന്നെ കുറച്ച് റവ വറുത്തെടുത്തിട്ടുണ്ട്. കസ്കസിന് പകരം നമ്മൾ റവയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 5 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു 1/4 കപ്പ് പാലും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ എഗ്ഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്യുന്ന ആ ഒരു രീതിയിൽ. അപ്പം നന്നായിട്ട് സ്ക്രാമ്പിൾ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 7-8 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. അതിലേക്ക് 7 ആണെങ്കിൽ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 8 ആണെങ്കിൽ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കും ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടിയും ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ എഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാനിലാണോ എടുക്കുന്നത് അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ആദ്യം ഒരു പ്ലെയിൻ ഷീറ്റ് വെക്കുക. അതിൻ്റെ മുകളിൽ ഈ എഗ് മിക്സിൽ മുക്കിയിട്ടുള്ള വേറൊരു ഷീറ്റ് വെക്കുക. ഈ ഷീറ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ മുട്ടൻ്റെ ആ ഒരു ഇതിടുക. പിന്നെ കുറച്ച് കാഷ്യൂസും റൈസിൻസും ഇടുക. പിന്നെ കുറച്ച് നമ്മളെ റവ നമ്മൾ വറുത്തെടുത്തിട്ടില്ലായിരുന്നോ അത് ചേർക്കുക. കുറച്ച് നെയ്യ് ചേർക്കുക. ഇങ്ങനെ ഒരു 8 ലെയർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഒരു എഗ് മിക്സിൽ മുക്കിയ ഒരു ഷീറ്റ് വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കാഷ്യൂസും റൈസിൻസും കുറച്ച് റവയും നെയ്യും മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നന്നായിട്ട് നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ലാസ്റ്റ് ബാക്കിയുള്ള എഗ്ഗിൻ്റെ മിക്സ് മൊത്തം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് സെറ്റാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റും വെക്കുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി വേവിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കുക.